ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 29. ഗവർണർ മറുപടി പറയണം. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനന്തമായി പിടിച്ചുവെക്കുന്നത് രാഷ്ട്രീയ കളി മാത്രമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. ഗവർണറുടെ നടപടി നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും വെളിപ്പെടുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ഇംഗിതമനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക മാത്രമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലക്ഷ്യം. നിയമസഭ മാസങ്ങൾക്ക് മുന്നേ പാസാക്കി ഗവർണർക്ക് നൽകിയ 5 ബില്ലുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഒരു ന്യായവുമില്ലാതെ പിടിച്ചുവച്ചതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഒപ്പിട്ട് നൽകിയതുമാണ് ഗവർണറുടെ രാഷ്ട്രീയ കളി വീണ്ടും തുറന്നുകാട്ടിയത്. ഭൂപതിവ് നിയമ ഭേദഗതി, നെൽവയൽ നീർത്തട നിയമ ഭേദഗതി എന്നിവയടക്കമുള്ള ബില്ലുകളാണ് ഗവർണർ ഇത്രയും നാൾ ഒപ്പിടാതെ പിടിച്ചുവച്ചത്. എന്തിനാണ് ബില്ലുകൾ ഇത്ര വൈകിപ്പിച്ചതെന്ന് ഗവർണർ വിശദീകരിച്ചേ മതിയാവൂ. ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാണ് ഭൂപതിവ് ഭേദഗതി ബിൽ. മലയോര ജനതയുടെ 6.5 പതിറ്റാണ്ടായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് 2023 സെപ്റ്റംബർ 14 നിയമസഭയിൽ ബിൽ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് നൽകി. ഒപ്പിടാൻ വൈകുന്നതിനെ തുടർന്ന് LDFൻ്റെയും CPIMൻ്റെയും കർഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി. പക്ഷേ ഗവർണർ അനങ്ങിയില്ല. മറ്റെല്ലാ നല്ല കാര്യങ്ങൾക്കും വിലങ്ങുതടിയായി നിൽക്കുന്ന കോൺഗ്രസ് ഇവിടെയും അതുതന്നെ തുടർന്നു. ബില്ലിൽ ഒപ്പിടാതിരിക്കാൻ ചില കർഷക വിരുദ്ധരെ കൊണ്ട് നിവേദനവും കൊടുപ്പിച്ചു. ഇതിൻ്റെയെല്ലാം മറവിൽ ബില്ലുകളിൽ ഗവർണർ അടയിരിക്കുകയായിരുന്നു. ഭൂപതിവ് ഭേദഗതി നിയമം നടപ്പിൽ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് നേട്ടമുണ്ടാക്കുമെന്ന് സംഘപരിവാറും കോൺഗ്രസും ഭയപ്പെട്ടതിൻ്റെ ഭാഗമായിരുന്നു ഈ നീക്കം. ഇതോടൊപ്പമുണ്ടായിരുന്ന മറ്റ് 4 ബില്ലുകളും ഇപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട്. ദീർഘകാലമായി പിടിച്ചുവച്ചിരുന്ന മറ്റ് 7 ബില്ലുകൾ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുകയുണ്ടായി. ഇതിൽ ലോകായുക്ത ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകി. എന്നാൽ ഗവർണർ സർവകലാശാലകളുടെ എക്സ് ഒഫീഷ്യോ ചാൻസലർ പദവി വഹിക്കേണ്ടതില്ല എന്ന ഭേദഗതി ബില്ലടക്കം 6 ബില്ലുകൾ ഇനിയും രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഈ ബില്ലുകളുടെ കാര്യത്തിൽ തീരുമാനം നീണ്ടുപോകുന്നതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടിവരുമെന്ന നിലയിലാണ് കാര്യങ്ങൾ. വാസ്തവത്തിൽ ഈ ബില്ലുകളൊന്നും രാഷ്ട്രപതിക്ക് അയക്കേണ്ടവയല്ല. സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ ഗവർണർ തിരക്കിട്ട് രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു. ഇപ്പോൾ ഗവർണർ ഏതാനും ബില്ലുകളിൽ ഒപ്പിട്ടെങ്കിലും അടിസ്ഥാന പ്രശ്നത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. ഫെഡറലിസത്തിൽ ഊന്നിയ നമ്മുടെ ഭരണഘടനാ പ്രകാരം സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമം ഗവർണർ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിവിധ കേസുകളിലായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 200 ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബില്ലിന് അനുമതി നൽകുന്നതിൽ പ്രത്യേക കാലാവധി പറഞ്ഞിട്ടില്ലെങ്കിലും എത്രയും വേഗം ആസ് സൂൺ ആസ് മേ ബി എന്ന് ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭയുടെ അധികാരം വീറ്റോ ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് സുപ്രീം കോടതി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാൻ ഗവർണർക്ക് അധികാരമില്ല. ഭരണഘടനാ വ്യവസ്ഥകൾ, അതിലുണ്ടായ സുപ്രീം കോടതി വ്യാഖ്യാനങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സഭകളിലെ ചർച്ചകൾ ഇവയൊക്കെ പരിശോധിച്ചാൽ നിയമസഭ പാസാക്കിയ ബില്ലിന് അനുമതി നൽകുന്നതിൽ ഗവർണർക്ക് ഒരുവിധ വിവേചനാധികാരവുമില്ലെന്ന് ആർക്കും ബോധ്യമാകും. ഇതെല്ലാം വിസ്മരിച്ചാണ് ഒരു പ്രസക്തിയുമില്ലാത്ത ആലങ്കാരിക പദവിയിലിരിക്കുന്ന ഗവർണർ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിൻ്റെ പ്രവർത്തനം തടയാൻ ശുദ്ധ തോന്നിയാസം കാണിക്കുന്നത്. ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്ന് ഖാൻ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്.